പുതിയ തലമുറ എവിടെയോ ആണ്. അവർ വേറെ ഏതൊക്കെയോ കെടുതികളിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ആ കെടുതികളിൽ ഞാൻ കാണുന്ന ഭീകരമായ ഒരു കെടുതി നിയോ ലിബറലിസമാണ്. നിങ്ങൾ എത്രമാത്രം അത് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്ന് വെച്ചാൽ ആധുനികവൽക്കരണത്തിൽ ഇങ്ങനൊരു മതം എന്തിനാണ്, മതം ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കലാലയങ്ങളിൽ വല്ലാണ്ട് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഫറൂഖ് കോളേജിലും PSMO കോളേജിലും അതുപോലെയുള്ള മറ്റ് ക്യാമ്പസുകളിലൊക്കെ പോകുമ്പോൾ പർദ്ദയണിഞ്ഞ കുട്ടികൾ പോലും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇത്തരം കോളേജുകളിലൊക്കെ പോകുന്ന ഒരാളാണ്. എല്ലാവരും അല്ല, വളരെ വെല്ലെണ്ണാവുന്ന കുട്ടികൾ. കോൺഫിഡൻസ് എവിടെയോ തകർന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അറിയാതെ വിദൂരതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് റിബലിസം എന്ന് പറയുന്നൊരു സാധനം തുടക്കം കുറിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് അതിൻ്റെതായ ഭീതിതമായ വളർച്ച വളർന്നിരിക്കുന്നു. എന്താണ് ഈ പറഞ്ഞിട്ടുള്ള റിബലിസം എന്ന് പറഞ്ഞാൽ? മാതാപിതാക്കളെ എതിർക്കുക, സിസ്റ്റങ്ങളെ എതിർക്കുക, നാട്ടിലുള്ള അറ്റ്മോസ്ഫിയറിനെ തകർക്കുക, എന്നിട്ട് സ്വതന്ത്രമായ രീതിയിൽ ഒരു ചിന്താഗതി ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ പേരാണ് റിബലിസം. നമ്മൾ റെബലാകണം. റെബലാകേണ്ടത് എവിടെയാണ്? റെബലാകേണ്ടത് ഉദാഹരണത്തിന് ഒരാൾ അനീതി ചെയ്യുമ്പോൾ എല്ലാവരും ആ അനീതിക്കെതിരെ കൂട്ടുനിൽക്കുകയും ആ അനീതി അങ്ങനെ തന്നെ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ റെവല്യൂഷണറി ആയിട്ട് ഉയർന്നു വരണം, വിപ്ലവകാരിയായിട്ട് ഉയർന്നു വരണം. അതിന് നിങ്ങൾ വേണമെങ്കിൽ റിബലിസം എന്ന് പേര് കൊടുത്തോളൂ. ഒരു നീതി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉശിര് കാണിക്കുന്നതിൻ്റെ പേരാണ് എങ്കിൽ അതിനെ നമുക്ക് അങ്ങനെ വിളിക്കാം. അത് റെബലിസം എന്നല്ല പറയുക, പകരം റവല്യൂഷൻ എന്നാണ് പറയുക. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ വിപ്ലവം എന്നാണ്. ആ വിപ്ലവാത്മകമായി നമുക്ക് വേണമെങ്കിൽ ജീവിക്കാം, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളായി ജീവിക്കാം. പക്ഷെ ഇവിടെ അന്യായമായ കാര്യങ്ങൾ അനീതിയായി നടത്താൻ വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ വന്ന സുഹൃത്ത് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരുന്നത് വിദേശ രാജ്യങ്ങളിലെ വനിതകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിനെക്കുറിച്ചും അവർ പിന്നീട് അത് രാജിവെച്ചത് എന്തുകൊണ്ട് എന്നതിനെക്കുറിച്ചാണ്. ന്യൂസിലാൻഡിനെ കുറിച്ചൊക്കെ സംസാരിച്ചത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ന്യൂസിലാൻഡിൽ നമ്മളും പോയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തിന് മുമ്പ്, ജസ്റ്റ് ഒരു 2 മാസമായിട്ടുള്ള അവിടുന്ന് വന്നിട്ട്. മതമില്ലാത്തിടത്തെല്ലാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ, മതമില്ലാത്തിടത്തെല്ലാം അരാജകത്വം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾ ഇങ്ങനെ പറയും, മതം എന്തിനാണ്, മതപരമായ കാര്യം എന്തിനാണ് എന്നൊക്കെ പറയുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ്. അത് എണ്ണം കൂടുന്നൊന്നുമില്ല, നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൻ്റെ എണ്ണം കൂടുകയാണ്, അല്ലാതെ ആളുകളുടെ എണ്ണം ഇവിടെ കൂടിയിട്ടൊന്നുമില്ല. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഒരു സിസ്റ്റം, എന്തിനാണ് ഒരു അന്തരീക്ഷം എന്നൊക്കെയാണ്. അപ്പോൾ അതുവഴി തകർക്കപ്പെടേണ്ടത് നമ്മുടെ കുടുംബജീവിതമാണ്. കുടുംബത്തിൽ റിബലുകൾ വന്നു കഴിഞ്ഞാൽ, കുടുംബത്തിൽ റവല്യൂഷൻ എന്ന പേരിൽ നേരെ എതിർത്തുകൊണ്ട് ആളുകൾ കടന്നു വന്നാൽ, പിന്നെ മാതാവിനെ ആദരിക്കാത്ത, പിതാവിനെ ആദരിക്കാത്ത ഒരു സമൂഹം വളർന്നു വരും. എന്തിനാണ് അങ്ങനെ ഒരു സിസ്റ്റം എന്നാണ് കോടതി ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു പെൺകുട്ടിയോട്. മോളെ, നിനക്ക് അച്ഛൻ്റെ കൂടെ പോയിക്കൂടെ, ബാപ്പാന്റെ കൂടെ പോയിക്കൂടെ എന്ന ചോദ്യത്തിന് കുട്ടി കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ബാപ്പയും ഉമ്മയും തമ്മിൽ സന്തോഷകരമായൊരു നിമിഷം പങ്കുവെക്കുമ്പോൾ അറിയാതെ ഞാനുണ്ടായി, അതിനെന്തിനാണ് ഞാൻ അവരോട് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത് എന്നതാണ്. അവർ ക്ലവർലി അല്ലല്ലോ, അറിഞ്ഞുകൊണ്ടല്ലല്ലോ ഞാൻ ജന്മമെടുത്തത്, അവരറിയാതെയല്ലേ ഞാൻ ജന്മമെടുത്തത് എന്നാണ് കോടതിയുടെ മുമ്പിൽ പെൺകുട്ടി വിളിച്ചു പറയുന്നത്. ഈ ഒരു രീതിയിൽ മാതാപിതാക്കളെ തിരസ്കരിക്കുകയും ഏതോ ആളുകൾ കൊണ്ടുവന്ന സിസ്റ്റങ്ങളെ കടമെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് പല മഹല്ലിലും ചില കുട്ടികളെങ്കിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് നിങ്ങളിവിടെ അതിമനോഹരമായ രീതിയിൽ സംഗമിക്കുന്നത്. എൻ്റെ സബ്ജക്റ്റ് കുടുംബ സംഗമമാണ്. ഞാൻ അതിൻ്റെ ആമുഖം തീർത്തു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ദൗത്യം എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും ദൗത്യം എന്താണ്? പ്രിയപ്പെട്ട മാതാക്കളുടെ ദൗത്യം എന്താണ്? പിതാക്കളുടെ ദൗത്യം എന്താണ്? പിതാവ് എന്ന് പറയുമ്പോൾ ഞാനും ഒരു പിതാവാണ്. എൻ്റെ ദൗത്യം എന്താണ്? ഓരോ ആളുകൾ സംസാരിക്കുമ്പോഴും 3 കാര്യങ്ങൾ ഓർക്കണമെന്നാണ്. മിൻ ഐന വഫി ഐന വ ഇല ഐന. ഞാൻ എവിടുന്നാ വന്നത്, ഇപ്പം ഞാൻ എവിടെയാ ഉള്ളത്, ഞാൻ എങ്ങോട്ടാ പോണത്. ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു പാലനമാണ്. ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾ എന്തായിരിക്കണം, നമ്മുടെ അന്തരീക്ഷം എന്തായിരിക്കണം? നമ്മുടെ മക്കൾ മാത്രം നേരെയായി എന്നതുകൊണ്ട് ഒരിക്കലും നമ്മുടെ നാട് നേരാകില്ല. അവരവൻ്റെ കുട്ടികളെ നന്നായിട്ട് നോക്കണം എന്നുള്ള കാര്യം ശരിയാണ്.
പക്ഷേ നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരെയെന്ന്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു ചട്ടക്കൂട് മാത്രമാക്കിയിട്ട് നമ്മളെ കുട്ടികളെ ഒതുക്കാൻ കഴിയില്ല. കുട്ടികൾ ഇന്നിങ്ങനെ പുറത്ത് കാര്യങ്ങൾ അറിയാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു വലിയ ഉസ്താദുമാരെ ഒരു കണ്ട് ഞാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. പഴയ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഫുട്ബോൾ താരങ്ങൾ എത്ര ഗോളടിച്ചു എന്നൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നോക്കാറുണ്ട്. എത്ര ഗോളടിച്ചു എന്നേ നമ്മൾ നോക്കാറുള്ളൂ. പക്ഷേ ഇന്നത്തെ കുട്ടികളോട് ചോദിച്ചാൽ മെസ്സിക്ക് എത്ര വീടുണ്ട് എന്ന് ചോദിച്ചാൽ അവർക്കറിയാം. മെസ്സി ഏതൊക്കെ കാറാ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ കുട്ടികൾക്കറിയാം. അത്രമാത്രം അറിയാൻ ത്വരയുള്ള മക്കളാണ് ഇരിക്കുന്നവരൊക്കെയും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് ബന്ധങ്ങൾ ഉണ്ടാവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ വയസ്സന്മാരെ നിങ്ങൾ എടുത്തു നോക്ക്. അക്യുമുലേഷൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അക്യുമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിൻ്റെ മേൽ ഒന്നായി വന്ന് ആ വ്യക്തിത്വം അങ്ങനെയായി തീരലാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു പ്രായം ചെന്ന ഒരാൾ ചെറുപ്പത്തിലധികം ആളുകളോട് സംസാരിച്ച് ശീലമില്ല, തോട്ടത്തിൽ പണിയെടുത്ത് വാപ്പ പറഞ്ഞതും കേട്ട് അങ്ങനെ നടന്ന ഒരാൾ ഇപ്പം 80 വയസ്സായിട്ടുണ്ടെങ്കിൽ അയാൾ ഇപ്പോഴും ആരോടും കാര്യമായിട്ടൊന്നും ഉണ്ടെന്നില്ല. ആ പോക്ക് അങ്ങനെ പോകുന്നുണ്ടാവും. അതിന് ചിലപ്പോൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പേര് കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കുട്ടികൾക്ക് സോഷ്യൽ റാപ്പ് കൂടുതലാണ്. കോളേജിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരുപാട് ആളുകളായിട്ട് ബന്ധമാണ്. ആ ബന്ധം അവർ ഡയറക്റ്റായിട്ട് നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഇൻഡയറക്റ്റായിട്ട് നടത്തുന്ന ഒരു കാലമാണ്. എന്താ ഇൻഡയറക്റ്റായിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ, അഥവാ മൊബൈലിലൂടെയാണ് കൂടുതൽ ബന്ധങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ മക്കളുണ്ടായതുകൊണ്ട് അത്ര വിശദീകരിച്ച് പറയുന്നില്ല എങ്കിൽ പോലും ഒരു സൂചന ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നമ്മളൊക്കെ പറയുന്ന മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചത് കുട്ടിയത് തേടി പോകണം, എന്നിട്ടത് പോയി വാങ്ങണം, എന്നിട്ട് ഒളിച്ചു പോയിട്ട് അത് ഉപയോഗിക്കണം എന്നാണ്. അവിടെ നിന്നൊക്കെ നാട് വിട്ടു. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാളൊരു കുട്ടിയോട് സംസാരിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, സാർ മൊബൈലിൽ ഇന്ന ഓപ്ഷനിലേക്ക് കയറിയാൽ ഈ സാധനം വരും, ആ സാധനം വന്ന് നമ്മുടെ നാട്ടിലെത്തും. അപ്പോൾ ഉമ്മാൻ്റെ മൊബൈൽ എടുത്തിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും, എന്നിട്ട് ആ മെസ്സേജിൽ പൈസയും അയക്കും. കാരണം ഉമ്മാരുടെ എല്ലാ എന്താ പറയുക, ഈ ഗൂഗിൾ പേ, ജി പേ എന്ന് പറയുന്ന സാധനം, ഈ ഗൂഗിൾ പേ ഇപ്പോൾ ഷോർട്ടാക്കിയിട്ട് ജി പേ എന്നാണല്ലോ പറയാം. ജി പേയിലൂടെ അയച്ചു കഴിഞ്ഞാൽ സാധനം വരും. വന്നിട്ട് അയാളെ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കുട്ടി എന്നെ പഠിപ്പിക്കുക. വന്നിട്ട് നമ്മൾ അയാളെ കാണേണ്ട ആവശ്യമില്ല. ആരാത് കൊടുന്നൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ മൊബൈൽ നോക്കുന്ന സമയത്ത് ഗൂഗിൾ മാപ്പ് ഉണ്ടാവും. ആ ഗൂഗിൾ മാപ്പ് ഓണാക്കി കഴിഞ്ഞാൽ അങ്ങനെ പോയി ഇവിടെ ആണെങ്കിൽ തെക്കുമുറി മഹലിലെ സ്കൂളിൻ്റെ ഇന്ന പടിഞ്ഞാറേ മൂലയിൽ ഇന്ന സ്ഥലത്തുണ്ടെന്ന് ഗൂഗിൾ മാപ്പ് നമുക്ക് കൊണ്ടേ കാണിച്ചു തരും. അവിടെ ഈ പറഞ്ഞ MDMAയും LSD ഒക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളത് എടുത്തിട്ട് പോന്നാൽ മതി എന്നാണ്. വ്യക്തികളെപ്പോലും കാണുന്നില്ല. ഈ ഒരവസ്ഥയിലേക്ക് ഇത് ഭീകരമായി വീതിച്ചിരിക്കുന്നു. എല്ലാ സ്ഥലത്തും അവൈലബിളായ അവസ്ഥയാണ്. നമ്മൾ പ്രായം ചെന്ന ആൾക്കാർ, ഞങ്ങൾ രണ്ടിനും നടുവിലാണ് നിൽക്കുന്നത്. നമുക്ക് പ്രായം അധികമായിട്ടില്ല എന്നാൽ കുട്ടിത്തത്തിൽ നിന്ന് വിട്ടും ചെയ്തു. പക്ഷെ പ്രായം ചെന്ന ആൾക്കാരാകട്ടെ, അവർ വിചാരിക്കുന്ന അതിനൊക്കെ കുറേ പണിയില്ല എന്നുള്ളതാണ്. പണ്ടൊരു വീഡിയോ കിട്ടണമെങ്കിൽ വരെ കുറേ പണിയുണ്ട്. പണ്ടൊരു വേറെ എന്തെങ്കിലും സാധനം, ഒരു കഞ്ചാവോ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പണി ഉണ്ടാവാം. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് വളരെ എളുപ്പമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ തെക്കുമുറിയുടെ പ്രദേശത്ത് എവിടെയെങ്കിലും ഇത് നടന്നാൽ എൻ്റെ കുട്ടി അതിൽ പെടൂലെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? പെടും. എത്ര സാത്വികനായ കുട്ടിയും അതിൽ പെടും. കാരണം സാത്വികരായ മക്കൾക്ക് വിളവത്തരം അറിയില്ല. നാളൊരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിയപ്പെടുന്ന ഒരു പ്രശ്ന പരിഹാരം നടത്തുന്ന ഒരാളോട് പറയാണ്, അയാളൊരു മാഷാണ്, നിങ്ങൾ കുറച്ച് ഉഡായിപ്പൊക്കെ പഠിച്ചു വെക്കണം. നിങ്ങൾ ചതിയും വഞ്ചനയും എങ്ങനെയാണ് ആളുകളെ പറ്റിക്കുക എന്നൊക്കെ നിങ്ങൾ പഠിച്ചേക്കണം എന്നൊരു മാഷോട് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ കരീം സാഹിബ് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്? പറഞ്ഞു, അല്ല, അത് അയാൾ ഉപയോഗിക്കാനല്ല, അയാൾ ആരെങ്കിലും ഉപയോഗിക്കുമ്പോൾ അയാൾക്കത് തിരിച്ചറിയണം ഇയാൾ ചെയ്യുന്നത് ചതിയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് നിഷ്കളങ്കരായ കുട്ടികളാണ് ഇതിൽ കൂടുതൽ പോയിട്ട് പെടുക. വളവന്മാരല്ല. വളവന്മാരെങ്ങനെങ്കിലും അതൊന്ന് രക്ഷപ്പെടും. വളവന്മാർ പ്രണയത്തിൽ നിന്ന് രക്ഷപ്പെടും. പെൺകുട്ടികളെ, നല്ല വളവത്തിയായിട്ടുള്ള പെൺകുട്ടി വല്ലാതെ പ്രണയത്തിന് നിൽക്കില്ല. കാരണം അവളെ മുമ്പിൽ ലക്ഷ്യമുണ്ട്, അവൾക്ക് പഠിച്ചിന്നടത്ത് എത്തണം എന്നുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ എസ്കേപ്പ് ആവും. പാവം കുട്ടികൾ ഒരു ഹായ് മെസ്സേജ് അയക്കുമ്പോഴേക്ക് അതിലവിടെ വീണു പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിഷ്കളങ്കരായ മക്കളാണ് ഇതിൽ പലതും പെട്ടുപോകുന്നത്. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. ബർത്ത്ഡേയുടെ ദിവസം
ഈ കുട്ടി എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, സർ എന്നെ നശിപ്പിച്ചത് എൻ്റെ ബർത്ത്ഡേ ആണ്, ആ നശിച്ച ബർത്ത്ഡേ എന്നാണ് എന്നോട് പറഞ്ഞത്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണോ വേണ്ടേ നിങ്ങൾ ആലോചിച്ചോളി. ഞാൻ എന്തായാലും എൻ്റെ മക്കളുടെ ഇതൊന്നും ആഘോഷിക്കാറില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അപ്പം ആഘോഷിക്കും. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിലോസഫി, ഒരു ഇസ്ലാമിക് ഫിലോസഫി പറയാമല്ലോ, ഒരു വയസ്സും കൂടി കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് സങ്കടം ശരിക്കും വരുന്നതല്ല, പുതിയൊരു വർഷം വന്നതിൻ്റെ സന്തോഷമല്ല. ഇന്നലെ ഒരാൾ എൻ്റെ കൂടെ യാത്രയ്ക്ക് വന്ന ഒരാൾ പറഞ്ഞു, ഇന്ന് ഞാൻ ഇവിടെ ഒന്ന് ചാടിക്കളിച്ചോക്കട്ടെ, കാരണം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതിനൊക്കെ നമുക്ക് പറ്റുമോയെന്ന് അറിയില്ലല്ലോ എന്ന്. കാരണം കാൽമുട്ട് വേദന തുടങ്ങിയ അയാൾക്ക് എന്നുള്ളത്. ഓരോ വർഷവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോവാണ്. ഞാനതിനെ വിമർശിക്കുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് വിവാദം പ്രസംഗിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് ബർത്ത്ഡേ കഴിക്കുന്നവർ കഴിച്ചോ കഴിക്കാത്തവർ കഴിക്കേണ്ട, ഞാനതിന് പ്രസ്താവിക്കാനില്ല. പക്ഷേ ഇസ്ലാമികപരമായി അത് നല്ലതല്ല എന്ന് നമുക്കറിയാം. അതെനിക്ക് പറയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശരി, പറഞ്ഞു വരുന്നത് അങ്ങനെ ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടി വന്നു. ബർത്ത്ഡേ കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് ഈ കുട്ടി പറയാണ്, എൻ്റെ 8 കൂട്ടുകാർ വീട്ടിലേക്കെത്തി. 8 കൂട്ടുകാരാ വരുന്നത്. ആ 8 കൂട്ടുകാർ വന്ന് എല്ലാവരും ഭക്ഷണം കഴിച്ച്, ഉമ്മയാകട്ടെ അതിനുശേഷം പലഹാരങ്ങളും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കി. അതെല്ലാം കഴിച്ച് ഏകദേശം 4:30 മണി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ആ സമയത്ത് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മാനോട് പറയാണ്, ഉമ്മ ഞങ്ങൾ എന്നാ പുറത്തു പോയിട്ട് വരാം. ചങ്ക് ബ്രോസാണ് ഇന്നത്തെ കുട്ടികളുടെ പ്രയോഗം. അതാണ് ചങ്ക് ബ്രോ. ചങ്കിനെ പോലെയുള്ള സുഹൃത്തുക്കളാണ്. അത്രയും ബന്ധം നിൽക്കുന്ന, ചങ്കിങ് എന്ന് പറഞ്ഞാൽ കണക്ടിവിറ്റി എന്നൊരർത്ഥം കൂടിയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ബ്ലോക്കുകളാക്കുക എന്നൊരർത്ഥം കൂടിയുണ്ട്. അങ്ങനെ ആ ബ്ലോക്കിൽപ്പെട്ട, അല്ലെങ്കിൽ അവർ പറയുന്ന ചങ്ക് ബ്രോസാണ് സത്യത്തിൽ ഇവര്. ഇങ്ങനെ ഈ കുട്ടികൾ പോയി ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ പിന്നിൽ പോയിരുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ സമയമായപ്പോൾ മഗ്രിബ് ബാങ്ക് കൊടുത്ത്. മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ എനിക്ക് ബേജാറാകാൻ തുടങ്ങി. ആ കുട്ടി എന്നോട് നേരിട്ട് പറയാൻ. അങ്ങനെ മഗ്രിബ് ബാങ്ക് കൊടുത്ത സമയത്ത് അതിൽപ്പെട്ട 2 സുഹൃത്തുക്കൾ എഴുന്നേറ്റ് പോയി. ഞാൻ ആ സുഹൃത്തുക്കളോട് നിങ്ങൾ എവിടെയാ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെത്തി. ആ എത്തിയ സമയത്ത് അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പാറപ്പുറം ഇരുള് മൂടിയ സമയം. അവർ നേരെ വന്നിട്ട് എൻ്റെ കയ്യും കാലും പിടിച്ച് മലർത്തിക്കിടത്തി. എൻ്റെ കയ്യും അനക്കാൻ വയ്യ, കാലും അനക്കാൻ വയ്യ. എൻ്റെ ചങ്ക് ബ്രോസാണ്, എൻ്റെ അടുത്ത കൂട്ടുകാരാണ്. എന്നെ വിട് എന്ന് ഞാൻ പറഞ്ഞിട്ട് ആദ്യം ഞാൻ വിചാരിച്ച് തമാശയാണെന്ന്. പിന്നെ അവരുടെ കയ്യിലുള്ള കുപ്പി പൊട്ടിക്കാണ്, വീര്യമേറിയ മദ്യം. എന്നിട്ട് ഈ കൂട്ടുകാരനെ കൊടുക്കുകയാണ്. ഈ പയ്യൻ പറയാണ്, ജീവിതത്തിൽ ഒരു ബീറ് പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ ഉള്ളിലേക്ക് അതിശക്തമായ മദ്യം അവർ തന്നു. സെലിബ്രേഷൻ, ആഘോഷമാണ്.